കേരളത്തിൻ്റെ തലനരയ്ക്കാത്ത പോരാട്ടം, അതായിരുന്നു VS എന്ന രണ്ടക്ഷരം. അണഞ്ഞുപോകാത്ത വിപ്ലവത്തിൻ്റെ തീയോർമ്മകൾക്കൊപ്പമാണ് മലയാളി VS എന്ന രണ്ടക്ഷരത്തെ ചേർത്തു വച്ചിരിക്കുന്നത്. കണ്ണേ കരളെ VS എന്നാർത്തലയ്ക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ കരുത്തിൽ പാർട്ടിയിലെ തന്നെ തിരുത്തൽ ശബ്ദമായ ജീവിതം. ആറ്റിക്കുറുക്കിയ വാക്കും നിലപാടുകളിലെ തലപ്പൊക്കവും ഒരേ സമയം VSനെ പാർട്ടിയിലെ പ്രിയങ്കരനും വേറിട്ടവനുമാക്കി. പ്രിയ VS യാത്രയാകുമ്പോൾ മഴയെ വകവയ്ക്കാതെ, തിരക്കിനെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തുന്നത്. ധീരസഖാവെ VS ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേൾക്കാമെങ്ങും. കേരളം കണ്ട വിപ്ലവ സൂര്യനായിരുന്നു VS അച്യുതാനന്ദൻ. VS എന്ന രണ്ടക്ഷരം പോരാട്ടത്തിൻ്റെതായിരുന്നുവെന്നും ബാല്യകാലത്ത് തുടങ്ങിയ പോരാട്ടം രോഗശയ്യയിൽ വരെ അദ്ദേഹം തുടരുകയും ചെയ്തു. VS അച്യുതാനന്ദന്റെ കാൽപാദത്തിൽ ഒരു മുറിവിൻ്റെ ഇന്നും മായാത്ത ഒരു പാടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഓർമ്മയായ ബയനറ്റ് അടയാളം. മരിക്കാത്ത അത്രത്തോളമുള്ള ഓർമ്മകളായിരുന്നു VS എന്ന ജീവിത ഇതിഹാസത്തിനുള്ളത്. ചുവപ്പിൻ്റെ കരുത്തും സമരത്തിൻ്റെ യൗവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിൻ്റെ ഒരു നൂറ്റാണ്ടിനാണ് ഇതോടെ വിരാമമാകുന്നത്. നടന്നു നീങ്ങുന്നത് ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ്. VSന്റെ ജീവിത ചരിത്രമെന്നാൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കാമയുടെയും മകനായി VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11 വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു. അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം VS ഉപേക്ഷിച്ചില്ല. VS അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചു തുടങ്ങുന്നത് അന്നാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ 7-ാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിച്ചു. ചേട്ടൻ്റെ തയ്യൽക്കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പടക്കാൻ കഴിയാതായതും, പണിക്ക് പോയപ്പോൾ നടുവൊടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ, കലഹം തുടർന്നു VS. ഒരു വർഷത്തിനിടെ ആ 16-കാരൻ തൊഴിലാളികളുടെ രക്ഷകനായി. 17-ാം വയസ്സിൽ VSന് പാർട്ടി അംഗത്വം. അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. പിന്നീട് അതൊരു ചെന്താരകമായി കേരളത്തിനൊപ്പം നടന്നു. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന VS 3 തവണയായി 15 വർഷം പ്രതിപക്ഷ നേതാവായി. 7 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 മുതൽ 2009 വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം. പിന്നീട് വിഭാഗീയതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം PBയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടു. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം 2016 മുതൽ 21 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചതുമൊക്കെ ചരിത്രം. പക്ഷെ പാർട്ടിക്ക് മുകളിൽ വളർന്നതും പാർട്ടിയേക്കാൾ ജനകീയനായതും VS ഒരു പാർട്ടിയായി മാറിയതുമാണ് ഇതിഹാസങ്ങളെ വെല്ലുന്ന യഥാർത്ഥ കാവ്യമായി മാറിയത്. VS എന്നത് മലയാളികൾക്ക് വെറും രണ്ടക്ഷരം മാത്രമല്ല, പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം CPM എങ്ങനെയാവണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നതാണ്. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകലുന്നുവെന്നല്ല, പാർട്ടി ജനങ്ങളിൽ നിന്നും അകലുന്നുവെന്നായിരുന്നു VSന്റെ ബോധ്യം. എന്നെന്നും പ്രതിപക്ഷ നേതാവ്, ഒറ്റയാൻ. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവായ ജനകീയൻ. കണ്ണേ കരളെ VS അന്ത്യാഭിവാദ്യങ്ങൾ.